ജീവിതം ഒന്നേ ഉള്ളൂ എന്നാണ് കേട്ടോ. ജീവിതം എന്താണ്? ഒന്നേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും എന്താണ്? ഒരിക്കലും പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടുന്നവയല്ല. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും സുന്ദരമാക്കുവാൻ അല്ലെങ്കിൽ മനോഹരമാക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ എന്ത് ചെയ്യാൻ? പ്രതിസന്ധികളെ അതിവിദഗ്ധമായിട്ട് തരണം ചെയ്യുവാൻ നമുക്ക് കഴിയണം കേട്ടോ. നമ്മുടെ പരീക്ഷ ജീവിതമാണ്. ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജീവിതത്തിൽ അലയടിക്കുന്ന ഈ പ്രതിസന്ധികളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? തരണം ചെയ്യുവാൻ കഴിയണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ജീവിതമാണ്. ജീവിതത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവിചാരിതമായി അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡായി ഓരോ ഇൻസിഡൻസ് ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അപ്പം ഇതിനെയൊക്കെ അതിവിദഗ്ധമായിട്ട് തരണം ചെയ്യുവാൻ നമുക്ക് കഴിയണം. അത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസാണ്. നമുക്ക് നല്ല ക്ഷമയുണ്ടായിരിക്കണം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും നേരിടുവാൻ നമുക്ക് ആവശ്യമായിട്ടും വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. ക്ഷമയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിയാതെ പോകും കേട്ടോ. നമുക്ക് ജീവിതത്തിൽ അനിവാര്യമായിട്ട് വേണ്ടതാണ് ക്ഷമ. ക്ഷമ നമുക്ക് ജീവിതത്തിൽ കൂടിയേ തീരുന്നതാണ്. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം? അതുപോലെ നമ്മൾ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളായിരിക്കണം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് കേട്ടോ. നമ്മളൊരിക്കലും തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല കേട്ടോ. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുക. അപ്പം ജീവിതത്തിൽ അനശ്വരമായത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമാണ് അനശ്വരമായിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് നന്മകൾ പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക, നന്മകൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു നിമിഷം പോലും വേണ്ട ജീവിതം മാറി മറിയുവാൻ കേട്ടോ. അങ്ങനൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒറ്റ നിമിഷം വേണ്ട ജീവിതം മാറി മറിയുവാൻ. അതുകൊണ്ട് ഓരോ ദിവസത്തെയും നമ്മൾ എന്ത് ചെയ്യുക? ശുഭപ്രതീക്ഷയോടുകൂടി എന്ത് ചെയ്യുക? ഓരോ ദിവസത്തെയും ശുഭപ്രതീക്ഷയോടെ വേണം നമ്മൾ എതിരേൽക്കാൻ കേട്ടോ. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ പോലും എന്തായി മാറണം? മറ്റൊരാൾക്ക് നന്മകളായി മാറണമെന്നാണ്.